എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ എന്റെ സ്നേഹത്തോടുകൂടെ ഒരു കാര്യം പറയട്ടെ. അള്ളാഹുവിനെ ഇഷ്ടമുണ്ടോ നമുക്ക്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇഷ്ടമുണ്ടോ നമുക്ക്? മരിച്ചാൽ ഖബറിൽ ശാന്തി വേണോ? സ്വർഗം വേണോ? വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാരണം ഒരു ഫിത്നയുണ്ടാകാൻ സമ്മതിക്കരുത്. ഏറ്റവും വലിയ ഫിത്ന നിങ്ങൾ മുഖേനയാണ് ഉണ്ടാവുക, അഥവാ സ്ത്രീകൾ മുഖേനയാണ്. അഥവാ അവരുടെ വേഷവിധാനം മോശമായി പോയാൽ അവരുടെ ശരീരത്തിന്റെ ഭംഗി അത് അങ്ങാടിയിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളിലും കടകളിലും നടന്ന് പ്രദർശിപ്പിക്കാറുള്ളതല്ല പെങ്ങളെ. അള്ള തന്ന സൗന്ദര്യം, അള്ള തന്ന ശരീരം അത് മറച്ചു വെക്കാനുള്ളതാണ്. അത് അനുവദിക്കപ്പെട്ടവരുടെ മുമ്പിലല്ലാതെ പ്രദർശിപ്പിച്ചുകൂടാ. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ? ആ വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞതെന്താണ്? അവര് സ്വർഗത്തിൽ കിടക്കില്ലെന്നത് പോകട്ടെ, ആയിരക്കണക്കിന് കിലോമീറ്ററുകളും കാതങ്ങൾക്കപ്പുറവും അടിച്ചു വീശുന്നതാണ് സ്വർഗത്തിന്റെ സുഗന്ധം പെങ്ങളെ. ആ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുവാൻ ഉമ്മ പെങ്ങളെ അനുവാദം കിട്ടുന്ന സൗകര്യം കിട്ടാത്ത നിലക്ക് ആട്ടിയോടിക്കപ്പെടുന്നവര് ദുരന്തം വരാനിരിക്കുന്നു. ആർക്കാണെന്നോ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ. എത്രയെത്ര സ്ത്രീകളാണ് അവര് പേരിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ഉടുക്കാത്തവളെ പോലെയാണ്. അതേ വസ്ത്രം അവരുടെ ബോഡിയിലുണ്ട്, വേണമെങ്കിൽ കറുത്ത പർദ്ദ തന്നെയുണ്ട്. പക്ഷേ ശരീരത്തിന്റെ മുഴപ്പും കൊഴുപ്പും പുറമേക്ക് കാണുന്ന ടൈറ്റ് ഫിറ്റ് ബോഡി ഫിറ്റ് പർദ്ദയാണ് ധരിക്കുന്നതെങ്കിലോ ശരീരത്തിന്റെ അങ്കലാവണ്യം അതേ പർദ്ദയുണ്ട് പേരിന്, പക്ഷേ ലിപ്സ്റ്റിക് ഉണ്ട്, അത് പുറത്തേക്ക് കാണിക്കുകയാണ്. ശരീരം മുഴുവനതാ പുരികം പഠിച്ചിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിൽ പോയിട്ടും അല്ലാതെയും ശരീരത്തിന്റെ ഭംഗിയാകെ മൈലാഞ്ചിയിട്ടും അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടും അതൊക്കെ ഒരു പർദ്ദയുണ്ട്. പക്ഷേ പർദ്ദയങ്ങ് പാറിപ്പോകുന്ന പർദ്ദയാണ്, ടൈറ്റാകുന്ന പർദ്ദയാണ്. പലതും പുറത്തേക്ക് പ്രദർശിപ്പിക്കാൻ മനഃപൂർവ്വം നെയ്തെടുത്ത അപായം നിറഞ്ഞ അപായകളാണ് പലരും ഇന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗം കിട്ടില്ലെന്നത് പോകട്ടെ, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാനാവില്ല. അവരുടെ തലകളതാ ഒട്ടകത്തിന്റെ പൂഞ്ഞകളെ പോലെ വീർത്ത തലകളാണ്. മുടിക്കെട്ടവര് കുറെ മുടിയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പിന്നിലേക്ക് പിന്നീടേണ്ട മുടിയതാ അവര് കെട്ടിയിട്ട് തലയിൽ പലതും കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് വലിയ കെട്ടാക്കി വെച്ചിട്ട് വമ്പിച്ച തലയാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലതാ കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ ഒട്ടകത്തിന്റെ പൂഞ്ഞകളെ പോലെ കെട്ടിവെച്ച തലകളുമായി നടക്കുന്ന പെണ്ണുങ്ങള്. സ്വർഗം അവർക്കില്ല, സ്വർഗത്തിന്റെ പരിമളം പോലും ഇല്ല. ആർക്ക് വേണ്ടിയാ പെങ്ങളെ ഈ വേഷം കെട്ടുന്നത്? ഭർത്താവിനെ സന്തോഷിപ്പിക്കാനാണോ? നാട്ടുകാരെ സന്തോഷിപ്പിക്കാനാണോ? കുടുംബത്തെ സന്തോഷിപ്പിക്കാനാണോ? എങ്കിൽ മരിക്കുന്ന നേരത്തെ ഇവര് വക്കാലത്ത് ഏറ്റെടുക്കുമോ? ഖബറിൽ ഇവർ ഉത്തരം പറയാൻ കൂട്ടിൽ വരുമോ? മഹ്ശറിൽ അവളെ നരകത്തിലിടല്ല, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പൊന്നു ഭർത്താവ് വരുമോ? ബാപ്പ വരുമോ? ആങ്ങളമാര് വരുമോ? നാട്ടുകാര് വരുമോ? ഫാമിലികളും കുടുംബക്കാരും അല്ലാത്തവരും വരുമോ? ഇല്ല ഇല്ല. നമ്മുടെ കാര്യം പറയാനെന്ന് നമ്മളെ ഉണ്ടാകൂ. നമുക്ക് രക്ഷ വേണോ? ഇസ്ലാം പറഞ്ഞ വേഷത്തിൽ നടന്നോളൂ. ശരീരം മറ്റൊരാളെ ആസ്വദിപ്പിക്കുന്ന വേഷവുമായി പുറത്തിറങ്ങല്ല, അത് ഗൗരവമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുമ്മമാരോട് പറയുകയാണ്, നിങ്ങളൊരു പക്ഷേ നല്ല വേഷത്തിൽ, പക്ഷേ നിങ്ങളുടെ പ്രായമെത്തിയ നിങ്ങളുടെ മകളെ വേറൊരു വേഷത്തിൽ പറഞ്ഞേക്കുന്നു കോളേജിലേക്ക്, സ്കൂളിലേക്ക്. അങ്ങനെ ഏത് വേഷമാണെങ്കിലും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് എവിടെയൊക്കെ മറക്കണം എന്ന് ഇസ്ലാമിന് നിയമമില്ലേ? അത് കേവലം മറഞ്ഞാലും പോരാ, ടൈറ്റ് വസ്ത്രം കൊണ്ടാവരുത്, ലൂസായ വസ്ത്രമാകണം. ഇസ്ലാമിന്റെ നിയമമല്ലേ? നമുക്കത് പേടിയില്ലേ? മുസ്തഫയോട് നമുക്ക് സ്നേഹമില്ലേ? ഇന്നങ്ങ് കണ്ണു ചിമ്മിക്കഴിഞ്ഞാൽ നമ്മുടെ ജനാസ നാളെ അതാ ഉടനെ തന്നെ ഇന്നോ നാളെയായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രദർശിപ്പിച്ച ലിപ്സ്റ്റിക് ഇല്ല, പൗഡറില്ല, കൺമഷിയില്ല, വളയില്ല, മോതിരമില്ല, ചീർത്ത് വീർത്ത ശരീരമാണെങ്കിൽ ആ കൈവള ഊരിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ കത്രിക കൊണ്ടത് മുറിച്ചു നീക്കും. നിന്റെ ചെറുവിരലിൽ 1 ഗ്രാമിന്റെ മോതിരം പോലും ഉണ്ടെങ്കിൽ അതുപോലും മുറിച്ചു നീക്കിയിട്ടേ പെങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുകയുള്ളൂ.
അങ്ങനെ ഏത് വില കൂടിയ എത്രയെത്ര പർദ്ദകളും വസ്ത്രങ്ങളും നീ ഫാഷൻ മാറുന്നതിനനുസരിച്ച് പലവിധത്തിലുള്ള ഫാഷൻ പർദ്ദകൾ 2-3 ആഴ്ചകൾക്കും മാസങ്ങൾക്കും പരിപാടികൾക്കും പ്രോഗ്രാമുകൾക്കും പാർട്ടികൾക്കും കല്യാണങ്ങൾക്കും അതുപോലെയുള്ള പലതിനും വേണ്ടി മാറി മാറി ഉടുത്ത പെണ്ണേ, ആ കഫൻകുടവയിൽ പൊതിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് പോകുമ്പോ ഈ ന്യായീകരിച്ചവരാരാ കൂട്ടിനുള്ളത്? ഈ പൊന്നിട്ട് വരുന്നവരാരാ കൂട്ടിനുള്ളത്? നിന്റെ അമലല്ലാതെ ഖബറിൽ തുണയുണ്ടോ? ആരെങ്കിലും രക്ഷക്കെത്തുമോ? അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ചോളണം ഉമ്മമാര്.